ഇന്ന് നമ്മൾ പച്ചരിയും ചെറുപഴവും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാം കേട്ടോ പച്ചരി. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ സ്നാക്കായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമില്ല. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കുക. എന്നിട്ടിത് നല്ലപോലെ കഴുകി ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറുപഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്ക ആണെങ്കിൽ ഒരു 2-3 ഏലക്ക ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിയ ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ അധികം ഫ്ലേവർ ഇല്ല, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നമ്മൾ പൊടിച്ച് വെച്ചതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. നല്ല ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ അരക്കാൻ, എന്നാലേ നല്ലപോലെ അരഞ്ഞ് കിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കുകയാണെങ്കിൽ അരിയൊന്നും നല്ലപോലെ അരഞ്ഞ് കിട്ടില്ല, തരിതരിയായിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 ചെറുപഴം ഒന്ന് ഉടച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്നാക്കിനകത്ത് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഇവിടെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 വലിയ സ്പൂൺ മൈദ കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും മതി കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് പച്ചരി അരച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് ഒരു 1/2 മണിക്കൂറൊക്കെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഓരോ കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളിയെടുത്ത് ചൂടുള്ള എണ്ണയിലേക്ക് നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് അരച്ചെടുത്തു. പിന്നെ നമ്മൾ മൈദ ചേർത്തല്ലോ, അതിന് പകരം ഗോതമ്പ് പൊടിയും ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെപ്പോഴും മൈദ വെച്ചിട്ടോ ഒക്കെ ഒരുപാട് മൈദയൊക്കെ വെച്ചിട്ടാണല്ലോ ഇതുപോലെയുള്ള സ്നാക്ക് ഉണ്ടാക്കില്ല. അപ്പോൾ പച്ചരി വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള പഴം നുള്ളിയിട്ടതുപോലെയുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചരിക്ക് ആയതുകൊണ്ട് ചെറിയൊരു തരി കടിക്കാനും ഉണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു സ്നാക്ക് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്